നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് അങ്ങനെ മേയർ ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും വന്നിരിക്കുന്നത്. എന്നാൽ ഗോവിന്ദൻ മാഷിനും റിയാസിനും അതൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്റെ ആര്യമോളെ ഒന്നും ചെയ്യരുതേ എന്നൊരു ഭാവമാണ് ഇവർക്കൊക്കെ ഉള്ളത്. ആര്യമോൾക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യുമെന്ന തരത്തിലേക്ക് ചാടി ഇറങ്ങിയിരിക്കുകയാണ് ഗോവിന്ദൻ മാഷും റിയാസ് മന്ത്രിയും. മേയർ ആര്യ രാജേന്ദ്രന് CPM-ലെ സംസ്ഥാന നേതാക്കൾ നൽകുന്ന പിന്തുണയിൽ തിരുവനന്തപുരം ജില്ലയിലെ പല നേതാക്കൾക്കും രോക്ഷമുണ്ട്. ആര്യയുണ്ടാക്കുന്ന വിവാദങ്ങളിലെല്ലാം സംരക്ഷിക്കാൻ രംഗത്തെത്തുന്നത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി മുഹമ്മദ് റിയാസുമാണ് എന്നാണ് ആരോപണം. രാജ്യസഭാ MPയും DYFI അഖിലേന്ത്യാ നേതാവുമായ AA റഹീമാണ് ആര്യയെ പിന്തുണയ്ക്കുന്ന മറ്റൊരാൾ. ജില്ലയിലെ DYFI SFI നേതാക്കൾ ആര്യയ്ക്കെതിരെ ശബ്ദിക്കാത്തത് റഹീമിനെ പേടിച്ചാണ് എന്നും ആര്യയെ എതിർക്കുന്നവർ പറയുന്നുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ആര്യ രാജേന്ദ്രൻ തമ്മിൽ നല്ല ബന്ധവുമാണുള്ളത്. ഒരു സഹോദര സ്നേഹം പോലെയാണ് അവർ പലപ്പോഴും പല പോസ്റ്റുകളിലും പ്രത്യക്ഷപ്പെടാറുള്ളത്. മേയർ ആര്യ രാജേന്ദ്രന്റെ വിവാഹത്തിന് മന്ത്രി മുഹമ്മദ് റിയാസും വീണ വിജയനും നേരിട്ട് വരികയും ആശ്ലേഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അല്ലാതെയും ഇവരുടെ വീടുകളിൽ ചെന്ന ഇരുവരും സൗഹൃദം പങ്കിടുന്ന കാഴ്ചകളൊക്കെ തന്നെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ നിറയുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. വീണ വിജയന്റെ പലതരത്തിലുള്ള വിവാദത്തിൽ സംരക്ഷിക്കാനായി പോസ്റ്റുമായി ആര്യ രാജേന്ദ്രൻ രംഗത്ത് വരുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വീണ വിജയൻ ആണ് ആര്യയെ നിലനിർത്തണം എന്നൊരാവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെടുകയും അത് പിന്നീട് ഗോവിന്ദനും റിയാസും ഏറ്റെടുക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള ചില വാചകങ്ങളും അല്ലെങ്കിൽ ചില വിമർശനങ്ങളും പലതരത്തിലായി ഉയരുന്നുമുണ്ട്. ഇതൊന്നും തന്നെ സ്ഥിരീകരിച്ച റിപ്പോർട്ടുമല്ല. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രന് ഒരു അന്തിമ താക്കീത് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അന്തിമ താക്കീത് എന്നൊക്കെ പറയുന്നത് വാക്കാൽ മാത്രം ഒതുങ്ങാനുള്ള സാധ്യത ഏറെ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. കാരണം പാർട്ടിയുടെ അമരത്തുള്ള പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷ് തന്നെ നേരിട്ട് സേവ് ചെയ്യാനായി, അതായത് പ്രൊട്ടസ്റ്റിനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഇനി എന്തൊക്കെ തെറ്റ് ചെയ്താലും ജനങ്ങൾ മേയറിനെതിരെ നിന്നാലും അതൊന്നും വലിയ കാര്യമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ആര്യക്കെതിരെ ഉയർന്നത് പാർട്ടിയുടെ പൊതുവികാരമാണ് ാണ് വിലയിരുത്തൽ. ആര്യയുടെ പേരിൽ വ്യക്തിപരമായ അഴിമതികളൊന്നുമില്ല എന്നും പിന്നെ അവരെ എന്തിന് തിരുത്തണമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ പറഞ്ഞിരുന്നു. വികസന പ്രവർത്തനങ്ങൾ തലസ്ഥാനത്ത് കൃത്യമായി നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ അഴിമതി പിടിക്കുന്ന മേയറെ പ്രതിയാക്കുന്ന സമീപനമാണ് മാധ്യമങ്ങളുടേതെന്നും ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. ആര്യ രാജേന്ദ്രന് തെറ്റിതിരുത്താൻ ഒരവസരം കൂടി നൽകാമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. നഗരസഭാ ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും അധികാരം നഷ്ടപ്പെട്ടതിന് ഇടയാക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി അടിയന്തര ഇടപെടൽ നടത്തിയത്. മേയറെ മാറ്റിയില്ല എങ്കിൽ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആശങ്ക ഉയർന്നിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മേയറെ മാറ്റുന്നത് എതിരാളികളുടെ കയ്യിൽ വടി കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായം ഉയർന്നു. മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ആര്യയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന ആശങ്ക അവരെ പിന്തുണയ്ക്കുന്നവർക്ക് ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ V ശിവൻകുട്ടിക്ക് പകരം ആര്യയെ നേമത്ത് നിന്ന് മത്സരിപ്പിക്കാൻ ആലോചനയുണ്ടെന്നാണ് സൂചന. എന്നാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും ആ ആലോചന എന്ന പലരും പറയുന്നുമുണ്ട്. അതിനിടെ ആര്യ കുറ്റക്കാരിയാക്കി മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് വിലയിരുത്തൽ. നഗരസഭാ ഭരണത്തിലെ വീഴ്ചകൾ പ്രത്യേകം പരിശോധിക്കാനാണ് ജില്ലാ ഘടകത്തിന്റെ തീരുമാനം. ആര്യ അധികാരത്തിലേറിയതിനു ശേഷം ഇനി വിവാദ പെരുമഴയായിരുന്നു എന്ന് നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക തസ്തികയിലേക്ക് പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ ലിസ്റ്റ് ചോദിച്ച CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് ആര്യ അയച്ച കത്ത്. അതായിരുന്നു ആദ്യം വിവാദത്തിലെത്തിയത്. രണ്ടാമത് MG റോഡിൽ സ്വകാര്യ ഹോട്ടലിന് അനധികൃതമായി പാർക്കിംഗ് അനുവദിച്ചുകൊണ്ടുള്ള ഇടപെടൽ. 3 ഓണസദ്യ മാലിന്യ കുപ്പയിൽ തള്ളിയ സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുത്തത്. 4 കോവിഡ് കാലത്ത് നടക്കാതിരുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്യാൻ 21 ടിപ്പറുകൾ വാടകയ്ക്കെടുത്തത്. 6 ജനങ്ങൾ അടച്ച നികുതി തുക രേഖകളിലില്ലാതെ പോയത്. 7 നഗരത്തിൽ LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിന് 2.5 കോടിയുടെ കരാർ കോർപ്പറേഷൻ നൽകിയത് സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തി. 8 കെട്ടിട നമ്പർ അഴിമതി. 9 പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്. 10 ജാതി തിരിച്ച കായിക ടീം. 11 നിരക്ഷരരുടെ കണക്ക് പെരുപ്പിച്ചു കാട്ടി നഗരസഭയുടെ ഫണ്ട് വെട്ടിച്ച അക്ഷരശ്രീ തട്ടിപ്പ്. 12 വെള്ളപ്പൊക്ക വിവാദം. 13 സ്മാർട്ട് സിറ്റി റോഡുകളിലെ കുഴികൾ.
അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് KSRTC ഡ്രൈവറുമായുള്ള വാക്കുതർക്കം. അങ്ങനെ നീളുകയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ അഴിമതി. ഇതുവരെയും തിരുവനന്തപുരം നഗരസഭ ഭരിച്ച ഒരു ഭരണാധികാരിക്കും ഇത്രയധികം അഴിമതി കഥകൾ പറയാനുള്ള ഒരു ചരിത്രം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് മേയറെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് പല സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ അക്കമിട്ട് നിരത്തിയത്. എന്നിട്ടും മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഒരു വർഷം ഒന്ന് കാത്തോളൂ, ജനങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തരുമെന്നാണ് സമൂഹം അവരോട് പ്രതികരിക്കുന്നത്.